ഇത് കുടിക്കാൻ ഞാൻ ഒന്ന് കിടക്കേണ്ടി വരുവേ. സത്യം പറഞ്ഞാൽ പശുമ്പാലിനേക്കാൾ നല്ലത് തേങ്ങാപ്പാലാണ്. ഐസ്ക്രീമില്ല, ഇതിൽ പശുമ്പാലും ഇല്ല, തേങ്ങാപ്പാലും പനനുങ്കും നമ്മുടെ മധുരക്കിഴങ്ങും മാത്രം. ഹെൽത്തി ആയിട്ടില്ല, എന്നാൽ എനിക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സാധനം, ഒരു ഡ്രിങ്കാണ് ഉണ്ടാക്കുന്നത്. അതിനിതേ നമ്മുടെ മധുരക്കിഴങ്ങുണ്ടല്ലോ, ഞാൻ പുഴുങ്ങി അതിൻ്റെ തൊലി ഇങ്ങോട്ട് പൊളിക്കുകയാണ്. ഏത് ഡയറ്റിലും നമുക്ക് പറഞ്ഞിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ സ്വീറ്റ് പൊട്ടറ്റോ. ഒത്തിരി ഗുണങ്ങളുണ്ട്. ഇപ്പോൾ അതിൻ്റെ സീസണുമാണ്. ഈ മധുരക്കിഴങ്ങ് വെച്ചിട്ടേ നമ്മൾ തൈരും കാന്താരിമുളകും എന്താ പറയുക ചെറുള്ളിയൊക്കെ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ടൊരു സാധനം കഴിച്ചിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. അതൊന്ന് കാണേണ്ടത്, കഴിക്കേണ്ടതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ മധുരക്കിഴങ്ങ് റെഡിയായി. പനനൊങ്കുണ്ട്, തീരെ ഇളം പനനൊങ്കാണ് കേട്ടോ പ്രാവശ്യം കിട്ടിയേക്കണത്. കുഞ്ഞു കുഞ്ഞു പീസായിട്ട് നമുക്ക് അരിയാം. നമ്മൾ മിക്സിയിൽ അടിക്കുന്ന ഒരു ജ്യൂസോ ഷെയ്ക്കോ ഹെൽത്തി ഡ്രിങ്കോ എന്ത് വേണമെങ്കിലും പറയാം ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഭയങ്കര ഇങ്ങനെ എന്താ പറയുക തിക്കായിട്ട് കിടക്കുമ്പോൾ ഇടയിൽ ഇതിങ്ങനെ നമ്മുടെ പനനൊങ്ക് കടിച്ചാൽ എങ്ങനെ ഇരിക്കും, ഇതാ ഈ സാധനം ഇങ്ങനെ എടുത്ത് അടിപൊളി. അപ്പോൾ നമ്മൾ 2 രീതിയിൽ ഇത് ചെയ്യും കേട്ടോ. ആദ്യം നമ്മൾ പശുവും പാലും കൊണ്ട്, ഒന്നുകിൽ നിങ്ങൾക്ക് കാച്ചി തണുപ്പിച്ച പശുവും പാലെടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പാസ്ചറൈസ് ചെയ്ത മിൽമയുടെയോ ഒക്കെ പാലെടുക്കാം. അപ്പോൾ ഞാനിത് ഇട്ടു, ആവശ്യത്തിന് പശുവും പാൽ ഒഴിച്ചു, ഒരല്പം പഞ്ചസാര ഇട്ടു, ഇതൊന്ന് അടിച്ചേച്ച് വരാം. കഴിഞ്ഞിട്ടില്ല, അതിൻ്റെ കൂടെ അതാ ഒരു കുഞ്ഞ് ഐസ്ക്രീം ഞാൻ ഉണ്ടാക്കിയതല്ല കേട്ടോ, മിൽമയുടെ മേടിച്ചതാണ്. ഐസ്ക്രീം ഇട്ടു. ഇനി ഇതൊന്നും കൂടി ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് വെച്ച് വരാം. അപ്പോൾ അതാ സംഭവം റെഡി ആയിട്ടുണ്ട്. ഒന്ന് കുടിച്ചോട്ടെ. ഇതിലിപ്പോൾ പ്രത്യേകിച്ച് അത്ഭുതമൊന്നുമില്ല, കാരണം മധുരക്കിഴങ്ങ് ഭയങ്കര ടേസ്റ്റുള്ളൊരു കിഴങ്ങാണ്. കൂടെ പാലും പഞ്ചസാരയാണ് ഒഴിച്ചിട്ടുള്ളത്, പിന്നെ ടേസ്റ്റ് ഇല്ലാതിരിക്കില്ലല്ലോ. അപ്പോൾ അതേ നമ്മൾ ഒരു സെർവ് ചെയ്യാനുള്ള ഗ്ലാസ്സിലേക്ക് നമ്മൾ പകർത്തി, എന്നിട്ട് നമ്മുടെ പനനൊങ്ക് ചേട്ടനെ അങ്ങോട്ട് ഇട്ടു. നമ്മൾ താഴ്ത്തൊന്നും വേണ്ട, അവനങ്ങ് താഴ്ന്നോളും. ആവശ്യമുള്ളത് താഴത്തേക്ക് പൊക്കോളും, അല്ലാത്ത മുകളിലിങ്ങനെ ടോപ്പിംഗായി കാണണം. ഇനി വേണ്ടത് ദാ ഈ ഒരു സാധനമാണ്. ഈ ഒരു സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബീട്രൂട്ട് ഉണ്ടല്ലോ, ഒരു ബീട്രൂട്ട് ചെറുതായിട്ട് അരിഞ്ഞ് കുക്കറിൽ ഒരല്പം പഞ്ചസാരയും കൂടി ഇട്ട് വേവിച്ചിട്ട് മിക്സിയിൽ അരിച്ചെടുത്ത സാധനമാണ്. ഇത് വേറെ ഒന്നിനും അല്ല കേട്ടോ, ഒരു കളറിൻ്റെ ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ കളറ് ചേർക്കില്ലല്ലോ. അപ്പോൾ ഇവൻ റെഡിയായി. ഇവൻ ഞങ്ങൾ മാറിയിക്കട്ടെ. പശുവും പാൽ ഇഷ്ടമില്ലാത്ത, ഐസ്ക്രീം ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടിയിട്ട് വേറൊരു അഭ്യാസം കാണിച്ചത് ശരി തരാം. നമ്മുടെ ബാക്കി ഒരെണ്ണം ഉണ്ട്, ഞാൻ അതിൻ്റെ അകത്തേക്ക് ഇട്ടു. എന്നിട്ട് നമ്മുടെ പനനൊങ്ക് പകുതിയോളം ഞാൻ അങ്ങിട്ടു. ഇനി തേങ്ങാപ്പാൽ ആവശ്യത്തിന് ഒഴിച്ചു, കൂടെ നമ്മുടെ ബീട്രൂട്ടിന്റെ സിറപ്പ് ഒഴിച്ചു കൊടുത്തേ. ഇതൊന്ന് അടിച്ചേച്ചും വരാം. ഐസ് ക്യൂബും കൂടെ നമ്മളിട്ടു. ഇതാ സെറ്റായി. ഇനി നമ്മുടെ പനനൊങ്ക് ഇടയിലൊരു ലെയർ ഇടുവാണ്. ബീട്രൂട്ട് സിറപ്പ്. ഇനി വീണ്ടും നമ്മുടെ പനനൊങ്കിനെ ഇങ്ങനെ വെക്കുക ഭംഗിയിൽ. കവിഞ്ഞു പോകും, എന്നാലും കുഴപ്പമില്ല. അതെ, അത് ഫുള്ള് കുത്തി നിറച്ചു. അതിൻ്റെ ഒരു കുഴപ്പമാണ്. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് രുചി എന്താണെന്ന് എനിക്കറിയില്ല, നോക്കണം. മധുരക്കിഴങ്ങ് പനനൊങ്ക് ഷേക്ക്. മധുരക്കിഴങ്ങിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ആ സ്വീറ്റ് പൊട്ടറ്റോയുടെ ഒരു ടേസ്റ്റ് ആർക്കാ ഇഷ്ടമില്ലാത്തത്. മാത്രമല്ല പനനൊങ്കിൻ്റെ കടിക്കാൻ കിട്ടുമ്പോഴുള്ള ഒരു സുഖം ഉണ്ടല്ലോ, അതുണ്ട്. പിന്നെ ഐസ്ക്രീമും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഗംഭീരം. അല്ലെങ്കിൽ പനനൊങ്കിന് ഇപ്പം നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ പോലും ഇതൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. പനനൊങ്കിന് പകരം നമുക്ക് നല്ല കരിക്ക് ചെത്തിയിട്ടാലും മതി. ഇത് കുടിക്കാൻ ഞാൻ ഒന്ന് കിടക്കേണ്ടി വരുവേ. സത്യം പറഞ്ഞാൽ പശുമ്പാലിനേക്കാൾ നല്ലത് തേങ്ങാപ്പാലാണ്. ഐസ്ക്രീമില്ല, ഇതിൽ പശുമ്പാലും ഇല്ല, തേങ്ങാപ്പാലും പനനുങ്കും നമ്മുടെ മധുരക്കിഴങ്ങും മാത്രം. ഈ ജ്യൂസിന് ഒരു 95% മാർക്ക്, ഈ ജ്യൂസിന് 200% മാർക്ക്. അത്രയും ഫ്രഷ് ആയിട്ട് ഒരു നേരത്തെ ദാഹം മാറാം, വിശപ്പ് മാറാം, ക്ഷീണം മാറും, ശരീരത്തിന് അത്യാവശ്യമുള്ള എല്ലാം കിട്ടും. ഇതിൽ ഷുഗർ ഞാൻ ഇട്ടിട്ടില്ല. ബീട്രൂട്ട് സിറപ്പിൽ ഉണ്ടായിരുന്ന ചെറിയ ഷുഗറേ ഉള്ളൂ, ബാക്കിയൊക്കെ ഇതിൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള മധുരമാണ്. സ്വീറ്റ് പൊട്ടറ്റോയുടെ മധുരം, പനനൊങ്കിൻ്റെ മധുരം, തേങ്ങാപ്പാലിൻ്റെ ഒരു ലൈറ്റ് മധുരം. ദിസ് ഈസ് ബെസ്റ്റ്. പനനൊങ്ങ് ഇങ്ങനെ കൂറ പിടിച്ചാണ് നിൽക്കുന്നതെങ്കിലും ഉണ്ടാക്കിയ ഡ്രിങ്ക് സൂപ്പറാണ്. അപ്പോൾ ട്രൈ ചെയ്യില്ലേ?